ലോകം ഇന്ന് വലിയ യുദ്ധങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചും മാത്രം സംസാരിക്കുമ്പോൾ ആരും കാണാത്ത, ആരും കേൾക്കാത്ത ഒരു വിലാപം ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് ഉയരുന്നുണ്ട്. സുഡാൻ. ഒരു കാലത്ത് വികസനത്തിന്റെ പാതയിലായിരുന്ന ഈ ഒരു രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇനി കേൾക്കാൻ പോകുന്നത് കേവലം ഒരു വാർത്തയല്ല, മറിച്ച് വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം നോർത്ത് ദാർഫുറിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പകുതിയിലധികം പേരും, അതായത് നമ്മൾ കാണുന്ന ഓരോ 2 കുഞ്ഞുങ്ങളിൽ ഒരാൾ പട്ടിണി മൂലം മരണം മുന്നിൽ കണ്ട് കഴിയുകയാണ്. സുഡാനിലെ നോർത്ത് ദാർഫുറിൽ, പ്രത്യേകിച്ച് എൽ ഫാഷർ പോലെയുള്ള യുദ്ധമേഖലകളിൽ നിന്ന് പലായനം ചെയ്ത കുട്ടികളിൽ പകുതിയിലധികം പേരും സിവിയർലി മാൽന്യൂട്രീഷൻഡ് ആണെന്നാണ് യൂണിസെഫ് പറയുന്നത്. സമാനതകളില്ലാത്ത ഒരു മാനുഷിക പ്രതിസന്ധിക്കാണ് സുഡാൻ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എന്നാണ് ഈ അവസ്ഥയെ UN വിശേഷിപ്പിച്ചത്. ഇതിനു മുമ്പ് ലോകം കണ്ടിട്ടില്ലാത്ത വിധം അത്രമേൽ ഭീകരമാണ് ഈ ഒരു സാഹചര്യം. ദാഫുറിലെ കുഞ്ഞുങ്ങളുടെ ഈ നിശബ്ദമായ കരച്ചിൽ എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ കേൾക്കാതെ പോകുന്നത്? സമാധാന ചർച്ചകളും രാഷ്ട്രീയ പോരുകളും നടക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പിടയുന്ന ഈ കുഞ്ഞുങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ്? പരിശോധിക്കാം. നോർത്ത് ദാർഫുറിലെ ഒംബാരു എന്ന പ്രദേശത്ത് നടത്തിയ ഏറ്റവും പുതിയ കോംപ്രിഹെൻസീവ് ന്യൂട്രീഷൻ സർവേയിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 50% പേരും അക്യൂട്ട് മാൽന്യൂട്രീഷൻ നേരിടുന്നു. ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയൊരു തോതിൽ കുഞ്ഞുങ്ങൾ പട്ടിണിയിലാകുന്നത്. ഇതിനെ വെറും ഒരു പോഷകാഹാരക്കുറവ് എന്ന് വിളിച്ച് തള്ളിക്കളയാനാവില്ല. ഇത് അൺപ്രസിഡന്റഡ് ആണ്, അതായത് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഭീകരമായൊരവസ്ഥ. സുഡാനിലെ ആഭ്യന്തര യുദ്ധം കാരണം കൃഷി നശിച്ചു, ചന്തകൾ അടച്ചുപൂട്ടി, സഹായം എത്തിക്കുന്ന ട്രക്കുകൾ പോലും ആക്രമിക്കപ്പെടുകയാണ്. ഇതിന്റെ ഫലമായി ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് നരകിക്കുന്നത്. ഈ അവസ്ഥ ഇത്രയും മോശമായതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. കോൺഫ്ലിക്റ്റ് ഇൻ എൽ ഫാഷർ, അതായത് മാസങ്ങളായി തുടരുന്ന അതിശക്തമായ യുദ്ധം കാരണം ആളുകൾ വീടുകൾ ഉപേക്ഷിച്ച് ഓടുകയാണ്. ഇങ്ങനെ ഓടിയെത്തുന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണമോ വെള്ളമോ ശുദ്ധമായ വായുവോ പോലും ലഭ്യമല്ല. രണ്ടാമത്തെ റീസൺ ബ്ലോക്ക്ഡ് എയ്ഡ്സ് ആണ്, അതായത് യുദ്ധം ചെയ്യുന്ന 2 വിഭാഗങ്ങളും, ആർമിയും അതേ RSFും പലപ്പോഴും ഐക്യരാഷ്ട്രസഭയുടെ സഹായം തടയുകയാണ്. ട്രക്കുകൾ വഴി നീളുന്ന സഹായങ്ങൾ ജനങ്ങളിലേക്ക് പലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും എത്തുന്നില്ലാത്തൊരു സാഹചര്യമാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഡിസീസ് ഔട്ട്ബ്രേക്സ് ആണ്. പട്ടിണിക്ക് പിന്നാലെ കോളറയും മറ്റ് പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നത് പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു. കുഞ്ഞുങ്ങളുടെ ശരീരത്ത് പ്രതിരോധശേഷി കുറവായതിനാൽ തന്നെ ചെറിയ രോഗങ്ങൾ പോലും മരണത്തിന് കാരണമാകുന്നു. യൂണിസെഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈ അവസ്ഥയെ വിശേഷിപ്പിച്ചത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ടൈം ബോംബ് എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഇടപെട്ടില്ല എങ്കിൽ വരും മാസങ്ങളിൽ 10,000 കണക്കിന് കുഞ്ഞുങ്ങൾ അവിടെ പട്ടിണി മൂലം മരിച്ചു വീഴും. ഭക്ഷണത്തിന് വേണ്ടിയുള്ള കരച്ചിൽ പോലും സുഡാനിലെ പല തെരുവുകളിലും നിലച്ചിരിക്കുകയാണ്. അത്രമേൽ അവശരാണ് ആ കുഞ്ഞുങ്ങളൊക്കെ. പല അന്താരാഷ്ട്ര ഏജൻസികളും അവിടെ ഫണ്ട് ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആവശ്യമായ തുകയുടെ 20% പോലും ഇതുവരെ ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നതാണ് കൈപ്പുള്ള സത്യം. സുഡാനിൽ നിന്നുള്ള ഈ വാർത്ത നമുക്ക് തരുന്ന വലിയൊരു പാഠമുണ്ട്. യുദ്ധങ്ങൾ അവസാനിക്കുമ്പോൾ വിജയികളുണ്ടാകാം, തോറ്റവരുണ്ടാകാം. പക്ഷേ ആ യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്ന പട്ടിണിക്ക് ഇതിനു മുന്നിൽ തോറ്റുപോകുന്നത് ഒരു രാജ്യത്തിന്റെ ഭാവിയായ ഈ കുഞ്ഞുങ്ങളാണ്. യൂണിസെഫ് പുറത്തുവിട്ട ഈ കണക്കുകൾ കേവലം നമ്പറുകളല്ല, മറിച്ച് തകർന്നുപോയ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെയും അതുപോലെ പ്രതീക്ഷയറ്റ അമ്മമാരുടെയും വേദനയാണ്. നമ്മളിവിടെ ഓരോ നേരവും ഭക്ഷണമൊക്കെ പാഴാക്കുമ്പോഴും മറ്റും ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഒരു ഗ്ലാസ് ശുദ്ധജലത്തിനോ അല്ലെങ്കിൽ ഒരു കഷ്ണം ബ്രെഡിനോ അപ്പത്തിനോ ഒക്കെ വേണ്ടി ഒരു കുഞ്ഞ് ജീവന് വേണ്ടി പോരാടുന്നുണ്ട് എന്ന സത്യം നമ്മൾ ഒരിക്കലും മറക്കരുത്.